Good morning, all. Good morning, ma'am. Good morning, ma'am. നമ്മള് കഴിഞ്ഞ ക്ലാസ് എടുത്ത് വായിച്ചു നോക്കിയായിരുന്നോ? നോക്കിയായിരുന്നോ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഒക്കെയാണോ? അപ്പൊ നമ്മൾ എവിടെ നിർത്തിയത്? ഒബ്സർവേഷണൽ ലേണിംഗ് വരെയാണ് പറഞ്ഞ് നിർത്തിയത് അല്ലേ? അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് കോഗ്നിറ്റീവ് ലേണിംഗ് അല്ലേ? ഇതും ഒരു മനഃശാസ്ത്ര രീതിയിലുള്ള വിഷയം തന്നെയാണ്. അപ്പൊ നിങ്ങൾ മൈൻഡിലേക്ക് തന്നെ കൊണ്ടുവരിക. അതായത് നമ്മള് മറ്റ് അല്ലെ ഓക്കെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഡിസ്കസ് ചെയ്തു അല്ലെ, നമ്മളുടേതായിട്ടുള്ള അതായത് ഒപ്പാരന്റ് കണ്ടീഷനിങ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി അതിൽ നിന്ന് പ്രതിഫലിക്കുന്ന ആ ഒരു റിസൾട്ടിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഗസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതുമാതിരി തന്നെ ഒബ്സർവേഷനിൽ നമ്മൾ മനസ്സിലാക്കി അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയിൽ നിന്നും ആ വ്യക്തിയെ എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ, അത് മനസ്സിലാക്കിയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു. ഈ കോഗ്നിറ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത് അതിൽ പ്രധാനമായിട്ടും വിശേഷിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ എങ്ങനെയാണ് ഗ്രഹിക്കുന്നത്. സോ ഇപ്പൊ ചിലർക്ക് അല്ലെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ പെട്ടെന്ന് അവർ ഗ്രഹിക്കും, ചിലര് ഇച്ചിരി സമയം എടുത്തിട്ടായിരിക്കും ഗ്രഹിക്കുന്നത് അല്ലെ. അപ്പൊ അവരുടെ ഗ്രഹണ ശക്തിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ ടാലന്റഡ് ആണ് അല്ലെ. ക്ലാസ് റൂമില് നമ്മള് ക്ലാസ് എടുക്കുമ്പോൾ ടീച്ചേഴ്സ് ഇപ്പൊ നമ്മളാണെങ്കിലും ക്ലാസ് എടുക്കുന്നത് അനുസരിച്ചിട്ട് തന്നെ ചിലപ്പോൾ ചിലര് പെട്ടെന്ന് തന്നെ ഗ്രഹിക്കും, ചിലപ്പോൾ അവർക്ക് ഒന്ന് ജസ്റ്റ് വായിച്ചും കൂടി നോക്കിയിട്ടായിരിക്കും അവര് മനസ്സിലാക്കി എടുക്കുന്നത് അല്ലെ. അപ്പൊ ഓരോരുത്തർക്കും ഓരോ കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ ഈ ഗ്രഹിക്കുന്നത് എങ്ങനെയാണ് അവര് ആക്സെപ്റ്റ് ചെയ്യുന്നത് ആ ഒരു രീതി മനസ്സിലാക്കിയിട്ട് തന്നെ അവരിൽ നിന്ന് കുറെ കാര്യങ്ങൾ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പൊ ഇൻ കേസ് ഹോസ്പിറ്റലാണെങ്കിലും അല്ലെങ്കിൽ ഏത് സ്ഥലങ്ങളിലാണെങ്കിലും ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴും ഒക്കെ അവർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുള്ള ഒരു ഐഡിയയിൽ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കുന്നവർക്ക് അവരെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ട് കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും ഇല്ലേ. അങ്ങനെ ഒരു ഫീലിങ്സ് വരില്ലേ? അറിയുമ്പോ തന്നെ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട് എന്ന് തോന്നൽ വരുമ്പോൾ ഓക്കെ അവനെ കൊണ്ട് ഏബിൾ ആണ് എന്നുള്ളൊരു കോൺഫിഡൻസിലേക്ക് എത്താൻ പറ്റും അല്ലെ. ആ ഒരു തിയറിയാണ് ഇവിടെ വരുന്നത് കോഗ്നിറ്റീവ് ലേണിംഗ്. നോക്കാം. Here the main focus is on understanding how events and objects are connected. Okay, അവര് എന്താണ് അവിടെ സംഭവങ്ങൾ അല്ലെങ്കിൽ വസ്തുതകളൊക്കെ എങ്ങനെ അവൻ മനസ്സിലാക്കി അല്ലെ, സംഭവങ്ങളും വസ്തുതകളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരെങ്ങനെയാണ് അത് മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് ഫോക്കസ് ചെയ്ത് അല്ലെ, ആ ഒരു രീതിയിൽ നിന്ന് വ്യക്തിയെ മനസ്സിലാക്കുന്ന ഒരു രീതിയാണ് എന്തെന്ന് പറയുന്നത് കോഗ്നിറ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. മോസ്റ്റ് ഓഫ് ദ ലേണിംഗ് ഇപ്പോ നമ്മൾ സ്കൂളിലാണെങ്കിൽ നമുക്കറിയാം ടീച്ചേഴ്സ് ഒരു പ്രോബ്ലം ജസ്റ്റ് പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ ചിലപ്പോൾ വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് കൊടുക്കുമ്പോൾ തന്നെ അവര് പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യും. അതായത് ആ ഒരു ക്രിയ അല്ലെ അവർക്ക് ചെയ്യേണ്ട ആ ഒരു മെത്തേഡ് പറഞ്ഞു കൊടുക്കുമ്പോഴേ തന്നെ ചിലപ്പോൾ മനസ്സിലാവും. ചിലർക്ക് എന്താണ് അത് ഒരു പക്ഷെ ഒരു പ്രാവശ്യമൊക്കെ ചെയ്തതിന് ശേഷമൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നത്, ചിലർക്ക് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ അത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നത് അല്ലെ. അപ്പൊ അവിടെ എന്ത് കാര്യങ്ങളും എന്ത് വസ്തുതകളാണെങ്കിലും എന്ത് കാര്യങ്ങളാണെങ്കിലും അത് അറിഞ്ഞു കൊടുക്കുമ്പോൾ എങ്ങനെ അവൻ മനസ്സിലാക്കി അല്ലെ. ഹൗ here the main focus is on understanding how events and objects are connected. എങ്ങനെയാണ് വസ്തുതകളൊക്കെ യോജിപ്പിക്കാൻ അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വിലയിരുത്തുന്നതാണ്. മോസ്റ്റ് ഓഫ് ദ ലേണിംഗ് ദാറ്റ് മേക്സ് പ്ലേസ് ഇൻ ദ ക്ലാസ് റൂം ഈസ് കോഗ്നിറ്റീവ് ലേണിംഗ്. നമുക്കറിയാം ക്ലാസ് റൂമിൽ നടപ്പാക്കുന്നത് ഒരു കോഗ്നിറ്റീവ് ലേണിംഗ് ആണ്. Cognitive learning is important because it increases the change that learn will do the right thing the first time without going through a lengthy operant conditioning process. Okay, നമുക്കറിയാം അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഓപ്പറന്റ് കണ്ടീഷൻ അല്ലെ, റിസൾട്ട് നമ്മൾ ചെയ്യുന്നതിൽ നിന്ന് അല്ല പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ അവർക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ ഏൽപ്പിക്കാൻ പറ്റും അല്ലെ. ഇപ്പോ നമുക്കറിയാം ഹോസ്പിറ്റലിലേക്ക് ആണെങ്കിൽ ഡിസാസ്റ്റർ അല്ലെ, എപ്പോഴും നമുക്ക് ദുരന്തങ്ങളൊന്നും എപ്പോഴും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരില്ല. പക്ഷെ അത് വരുന്ന സാഹചര്യത്തിൽ തന്നെ ചില കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഉൾക്കൊള്ളാൻ പറ്റുന്ന പേഴ്സൺസിനായിരിക്കും നമ്മൾ എന്താണ് ലീഡർഷിപ്പ് ഒക്കെ കൊടുത്തിട്ട് കുറെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനായിട്ട്. അത് എപ്പോഴും നമുക്ക് പ്രാക്ടിക്കലി ചെയ്തു പോകാൻ പറ്റുന്ന സംഗതികളല്ല അല്ലെ. ചിലപ്പോൾ വേണമെങ്കിൽ ഒരു പക്ഷെ അവർക്ക് നേരത്തെ കൂട്ടി ഒരു
ഡെമോ ഒക്കെ കാണിച്ചൊക്കെ കൊടുക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ അതിനപ്പുറം എന്താണ് പ്രസന്റിലി വരുന്ന സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ തന്നെ ഗ്രഹിക്കാൻ പറ്റുന്ന പേഴ്സൺസിന് അതിനനുസരിച്ചിട്ടുള്ള ഡ്യൂട്ടികളൊക്കെ കൈകാര്യം ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? എന്താണ് കോഗ്നിറ്റീവ് ലേണിംഗ് എന്നുള്ളത്? ചെയ്യണോ? ഓക്കെ, അപ്പോ മനസ്സിലാക്കിയെടുക്കാം എന്താണ് നമ്മൾ ഗ്രഹിക്കുന്ന രീതിയിൽ നിന്ന് അല്ലെ, അവിടെ ഫസ്റ്റ് ടൈം തന്നെ റൈറ്റ് ദ ഫസ്റ്റ് ടൈം അവര് പറഞ്ഞു കൊടുക്കുന്ന ടൈമിൽ തന്നെ അവരിൽ നിന്ന് മനസ്സിലാക്കാൻ ലേൺ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇവരെ കൊണ്ട് പറ്റും, ഇവരെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ ഗ്രഹിക്കാനായിട്ട് സാധിക്കും. വിത്തൗട്ട് ഗോയിങ് ത്രൂ എ ലെങ്തി ഓപ്പറന്റ് കണ്ടീഷനിങ് പ്രോസസ്സിംഗ്. അവിടെ എന്താണ് പ്രവർത്തി ചെയ്ത് അതിന്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ ഈ വ്യക്തിക്ക് പറ്റുന്നതാണോ അല്ലയോ എന്ന് ഗ്രഹിക്കാനായിട്ട് സാധിക്കും. അത്തരത്തിലുള്ള ലേണിംഗ് ആണ് കോഗ്നിറ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ലേണിംഗ് തിയറി ആൻഡ് ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന് പറയുമ്പോൾ the significance of learning theories is explaining and predicting organizational behavior is minimal. ഓക്കെ, നമുക്കറിയാം ഓർഗനൈസേഷന്റെ ആ ഒരു ബിഹേവിയറൽ ശാസ്ത്രം അത് മിനിമൈസ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും അല്ലെ. സിഗ്നിഫിക്കൻസ് ഓഫ് ലേണിംഗ് തിയറീസ് ഇസ് ഇൻ എക്സ്പ്ലെയിനിങ് ആൻഡ് പ്രഡിക്റ്റിംഗ് ഓർഗനൈസേഷൻ ബിഹേവിയർ. നമുക്ക് അത് എന്താണ് നേരത്തെ കൂട്ടി തന്നെ പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ദിസ് ഡസ് നോട്ട് മീൻ ദാറ്റ് ലേണിംഗ് തിയറീസ് ആർ ടോട്ടലി irrelevant. Learning concept provides a basis for changing behavior that are unacceptable and maintaining those that are acceptable. ഓക്കെ, ചില കാര്യങ്ങളൊക്കെ അല്ലെ ചിലപ്പോ ആ തിയറി അനുസരിച്ചിട്ട് നമുക്ക് എല്ലാം അങ്ങോട്ട് ഇത് ചെയ്യാൻ പറ്റില്ല അല്ലെ. നമ്മളിപ്പോ വിചാരിച്ച രീതിയിൽ തന്നെ പ്രഡിക്റ്റ് ചെയ്ത രീതിയിൽ തന്നെ ചിലപ്പോ റിസൾട്ട് കിട്ടിയെന്ന് വരില്ല. കാരണം അവര് ഒരു ജസ്റ്റ് ഒരു ആശയത്തിന്റെ അല്ലെ ഒരു ജസ്റ്റ് പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു ടൈമിൽ തന്നെയാണ് അവരിൽ നിന്ന് വരുന്ന റിപ്ലൈയിൽ നിന്നാണോ ഓക്കെ ഇതിനെ കൊണ്ട് പറ്റുമെന്ന് പറയുന്നത്. ചിലപ്പോ അത് ശരിയാവണമെന്നില്ല. വീണ്ടും പറയാണ് ചിലപ്പോ അന്ന് ആക്സെപ്റ്റബിൾ ആവാം അല്ലെ, ചിലപ്പോ അവര് സ്വീകരിക്കാം. ഓക്കെ, പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ തന്നെ ചില കാര്യങ്ങളൊക്കെ നടപ്പാക്കി വരാം, ചിലപ്പോ അൺആക്സെപ്റ്റബിൾ ആവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. Then when the individual participate in different forms of dysfunctional behavior, late for work, disobeying orders, poor performance, the manager will attempt to educate more functional behavior. ചില കാര്യങ്ങളൊക്കെ മസ്റ്റായിട്ടും എന്താണ് തൊഴിലാളികൾക്ക് അല്ലെ അവിടെ തീർച്ചയായിട്ടും എന്താണ് ഇത്തരത്തില് അവിടെയുള്ള എംപ്ലോയീസിനെ മസ്റ്റായിട്ടും കൃത്യമായിട്ട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കും. അതായത് ലേറ്റ് ആയിട്ട് പറഞ്ഞു വരരുത്, കൃത്യസമയത്ത് അവിടെ പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യണം, അല്ലെങ്കിൽ മറ്റുള്ളവരെയൊക്കെ അല്ലെ റെസ്പെക്ട് ചെയ്യേണ്ടവരൊക്കെ അനുസരിക്കണം, അല്ലെങ്കിൽ എന്താണ് അവിടെ നല്ല പ്രകടനം തന്നെ കാഴ്ചവെക്കണം അല്ലെ. പുവർ പെർഫോമൻസ് ഒന്നും പാടില്ല, നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യണം. ഇതൊക്കെ എന്തായാലും വീണ്ടും പറഞ്ഞ് തന്നെ മനസ്സിലാക്കിപ്പിക്കും അല്ലേ. ഒരു തൊഴിലാളികൾക്ക് വേണ്ട സമയത്ത് വന്നാൽ മതി, അല്ലെങ്കിൽ ഇത്രയൊക്കെ ചെയ്താൽ മതി എന്നായിരിക്കും ആഗ്രഹിക്കുന്നത്, ആയിരിക്കോ? ചിലതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അല്ലെ കമ്പൽ ചെയ്ത് മനസ്സിലാക്കിപ്പിക്കും അല്ലെ. ചിലത് അങ്ങനെ അവര് എന്താണ് റിസൾട്ട് വരുന്നതിന് അനുസരിച്ചിട്ട് തന്നെ അല്ലെ അവിടെ എന്താണ് റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം അത് കമ്പൽ ചെയ്ത് മനസ്സിലാക്കിപ്പിക്കാനായിട്ട് ശ്രമിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ചിലതെല്ലാം സ്വീകരിക്കാൻ വിസമ്മതിച്ചാൽ പോലും അത് കമ്പൽ ചെയ്ത് ആ ലേണിങ് ചെയ്ത് കൊടുക്കും എന്നുള്ളതാണ്. ഇപ്പൊ ക്ലാസ്സിലാണെങ്കിലും ടീച്ചേഴ്സ് ചിലപ്പോഴൊക്കെ ജസ്റ്റ് പറഞ്ഞു പോകുമ്പോൾ ഗ്രഹിക്കാനുള്ള പവർ നമുക്കറിയാം, ആ ഒരു ലേണിംഗ് കപ്പാസിറ്റി അവര് നേടിയിരിക്കും. ചിലതൊക്കെ എന്താണ് മസ്റ്റ് ടീച്ചേഴ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അവിടെ തന്നെ വെച്ച് തന്നെ അവരെ കൊണ്ട് അത് മസ്റ്റ് ആയിട്ട് പഠിപ്പിച്ചെടുക്കും അല്ലെ. എന്ന് പറഞ്ഞാൽ മാത്രമേ തന്നെ ചില കാര്യങ്ങളൊക്കെ മസ്റ്റ് ആയിട്ട് തന്നെ അവർക്ക് ആ ബിഹേവിയറിൽ അല്ലെ അക്സെപ്റ്റ് ചെയ്ത് സമയം കീപ്പ് ചെയ്യാനായിട്ടും അനുസരണ ഉണ്ടാവാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനൊക്കെ ആയിട്ട് മസ്റ്റ് ആയിട്ട് തന്നെ അവരെ എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അവരെ ബോധവാന്മാരാക്കും എന്നുള്ളതാണ് ഇവിടെ കൃത്യമായിട്ട് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓർഗനൈസേഷനിൽ എന്താണ് ഇത്തരത്തിലുള്ള ലേണിംഗ് എന്ന് പറയാണ്. അതായത് ചിലത് ഇങ്ങനെ അല്ലെ അവരിൽ നിന്ന് റിസൾട്ട് വരുന്നത് നോക്കി നമുക്ക് പ്രതീക്ഷിച്ചിരിക്കാൻ പറ്റില്ല, മസ്റ്റ് ആയിട്ട് നമ്മൾ ചിലതൊക്കെ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് പോവാം. ഓക്കെ ആണോ? വായിച്ചു നോക്കേണ്ടതുണ്ടോ അടുത്ത പാരഗ്രാഫ്? ഓക്കെ ആണോ? വായിച്ചു നോക്കേണ്ടതുണ്ടെങ്കിൽ വായിച്ചു നോക്കാം. നമുക്ക്
ഓക്കെ. ചെയ്തോട്ടെ? ഓക്കെ ആണോ? റെസ്പോണ്ട് ചെയ്യാട്ടോ നിങ്ങള്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നെക്സ്റ്റ് പാരഗ്രാഫ് ഓക്കെ ആണ്. നെക്സ്റ്റ് നോക്കാം. ലേണിംഗ് തിയറി ക്യാൻ ഓൾസോ ഓഫർ സ്പെസിഫിക് പ്രിൻസിപ്പിൾസ് ഫോർ കണ്ടീഷനിങ് ഓർഗനൈസേഷണൽ ബിഹേവിയർ. ഇങ്ങനെയുള്ള ഈ ലേണിംഗ് തിയറിയിൽ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അതായത് സ്പെസിഫിക് ആയിട്ടുള്ള ചില തത്വാധിഷ്ഠിതമായിട്ട് തന്നെ ഈ പെരുമാറ്റ ശാസ്ത്രത്തിനെ നമുക്ക് കൈകാര്യം ചെയ്യാം. ആൻഡ് ജസ്റ്റ് നോ ദാറ്റ് ഇൻഡിവിജ്വൽ കേപ്പബിൾ ഓഫ് ടേണിംഗ് അബൌട്ട് എ സുപ്പീരിയർ പെർഫോമൻസ് മസ്റ്റ് ബി ഗിവൺ മോർ reinforcement than those with average or low performance. ഓക്കെ, മാനേജേഴ്സിന് അപ്പൊ അറിയാൻ സാധിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ തന്നെ അവർ ഗ്രഹിക്കാനുള്ള കപ്പാസിറ്റി അനുസരിച്ചിട്ട് ഓക്കെ ഇന്ന വ്യക്തികളുടെ പെർഫോമൻസുകളൊക്കെ കുറച്ച് കൂടുതലായിരിക്കും അല്ലെ. കുറച്ച് പേര് മറ്റുള്ളവരെ അപേക്ഷിച്ച് അവർക്ക് അല്ലെ ആവറേജ് അല്ലെങ്കിൽ ലോ പെർഫോമൻസിനെ ഒക്കെ അപേക്ഷിച്ച് അവർക്ക് കൂടുതൽ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. അവര് ജസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ളവരുടെ അടുത്ത് എന്താണ് കൂടുതൽ അല്ലെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക, അവരെ കൂടുതൽ എന്താണ് റീഎൻഫോഴ്സ്മെന്റ് നടത്തുക, അതായത് കൂടുതൽ ഉത്തേജിപ്പിക്കുക, ചില കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് കൂടുതൽ പ്രവർത്തിപ്പിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. മാനേജേഴ്സ് ക്യാൻ സക്സസ്ഫുള്ളി യൂസ് ടു operate a condition process to control and influence the behavior of an employee by manipulating its reward system. Control and influence the behavior of an employee by manipulating its reward system. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ നേരത്തെ പറഞ്ഞു ചില പേഴ്സൺസിന് പറഞ്ഞ് മനസ്സിലാക്കിയത് തന്നെ ഗ്രഹിക്കില്ല എന്ന് പറഞ്ഞപ്പോ അവരെയൊക്കെ മസ്റ്റായിട്ട് കമ്പൽ ചെയ്ത് ചില കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ മസ്റ്റായിട്ട് നിഷ്കർഷിച്ചു കിട്ടും. പക്ഷെ ചിലര് ജസ്റ്റ് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ള അല്ലെ, അവരെ കൊണ്ട് പറ്റും, ചില ഡ്യൂട്ടികളൊക്കെ ഏൽപ്പിച്ചു കൊടുത്താൽ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഘട്ടം വരികയാണെങ്കിൽ എന്താണ് അവരെ കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കാനായിട്ട് ശ്രമിക്കും. അങ്ങനെ അവരെ വിജയത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അവർ കുറച്ചും കൂടി ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള അല്ലെ കുറച്ച് ക്രിയാത്മകമായിട്ട് തന്നെ അവർക്ക് എന്തെങ്കിലും കൊമേഴ്ഷ്യൽ സൗകര്യങ്ങളോ അല്ലെങ്കിൽ കുറച്ച് റിവാർഡ്സും കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്ത് അവരെ കൊണ്ട് കൂടുതൽ വർക്ക് ചെയ്യിപ്പിക്കാനായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ഒരു പ്രചോദനത്തിലേക്ക് എത്തിക്കുമെന്നുള്ളതാണ്. ഇപ്പൊ നമ്മള് തീർച്ചയായിട്ടും നമുക്കറിയാം തൊഴിലാളികൾ പലതരത്തിലുള്ള തൊഴിൽ ചെയ്യുന്നവരാണ്. ചിലരെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ പറ്റും എന്നുള്ള ഒരു ഗ്രാഹ്യം അല്ലെ അവിടെ സൂപ്പർവൈസേഴ്സിനും സുപ്പീരിയേഴ്സിനൊക്കെ മനസ്സിലാവും, മേൽനോട്ടക്കാർക്ക് അല്ലെ മേലധികാരികൾക്ക് മനസ്സിലാവും. അപ്പൊ അവരെന്ത് ചെയ്യും? കുറച്ച് അവരെ കൂടുതൽ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ വർക്ക് എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ റിവാർഡ്സും കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്തുകൊണ്ട് അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ലേണിംഗ് തിയറിൽ ഒരു പ്രിൻസിപ്പിൾ കൂടി കടന്നു വരുന്നുണ്ട്. അതായത് അവരുടെ ഈ കാര്യം ഈ ലേണിംഗ് ചെയ്യുന്ന വശം മനസ്സിലാക്കിയിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൂടി മാനിപ്പുലേറ്റ് ചെയ്യാൻ ക്രിയാത്മകമായിട്ട് തന്നെ അവരിലേക്ക് നിക്ഷേപിക്കാനായിട്ടുള്ള ഒരു തത്വം കൂടി ഇതിൽ നിന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഓക്കെ, ആണോ? അപ്പൊ നമ്മള് അതായത് തൊഴിൽ ഇതിലാണെങ്കിലും അതെ തൊഴിൽ ചെയ്യാൻ പ്രാപ്തരാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടിയും അവരെ കൊണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടി ചലഞ്ചസ് നിറഞ്ഞ തൊഴിലുകൾ വെല്ലുവിളി നിറഞ്ഞ തൊഴിലുകളൊക്കെ ഉണ്ടെങ്കിൽ അത് അവരെ ഏൽപ്പിക്കാനായിട്ടും അവർക്ക് അത് ചെയ്തു തീർക്കുമ്പോൾ കുറച്ച് പാരിതോഷികങ്ങളൊക്കെ ഓഫർ ചെയ്യുമ്പോൾ അവർ കുറച്ചും കൂടി ആത്മാർത്ഥമാക്കാൻ ഒരു സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഇതൊക്കെ മാനസികമായിട്ടുള്ള ഉൾക്കൊള്ളുന്ന കുറെ പോയിന്റ്സുകളാണ് കേട്ടോ. ജസ്റ്റ് വായിച്ചു നോക്കാം. ക്ലാസ് റൂം തിയറി ഒക്കെ ഏത് തരത്തിലുള്ള തിയറിയാണെന്ന് ചോദിച്ചാൽ ഓർത്ത് വെച്ചേക്കാം. കോഗ്നിറ്റീവ് ലേണിംഗ് തിയറിയാണോ ഫോളോ ചെയ്യുന്നത്? ഓക്കെ, അടുത്ത ഭാഗത്തേക്ക് പോകാം. ആണോ?
ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ആറ്റിറ്റ്യൂഡ് ആണ്. ആറ്റിറ്റ്യൂഡ് ഇറ്റ്സ് ഇമ്പോർട്ടന്റ് ഇൻ ഓർഗനൈസേഷൻ ബിഹേവിയർ. നമ്മൾ കണ്ടതാണ് ഒരു പ്രാവശ്യം അല്ലെ, ആറ്റിറ്റ്യൂഡ് മനോഭാവങ്ങളെ കുറിച്ചിട്ട് കണ്ടതാണ്. അപ്പൊ ഓർഗനൈസേഷൻ ബിഹേവിയറിലും ഇതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആറ്റിറ്റ്യൂഡ് ഓഫ് ബോത്ത് എംപ്ലോയീസ് ആൻഡ് മാനേജ്മെന്റ് ഇൻഫ്ലുവൻസ് ഈച്ച് അതർ ആൻഡ് ഷേപ്പ് ദിയർ മ്യൂച്വൽ റിലേഷൻഷിപ്പ്. തീർച്ചയായിട്ടും നമുക്കറിയാം, ഒരു വ്യക്തിയെ മനസ്സിലാക്കുന്ന ഒരു മനോഭാവത്തിൽ തന്നെ നല്ലൊരു റിലേഷൻഷിപ്പ് അല്ലെ. ഓക്കെ, വലിയ കുഴപ്പമില്ലാത്ത വ്യക്തിയാണ്, നമ്മളെ കൊണ്ട് ചെയ്യാൻ അല്ലെ ആ ഡ്യൂട്ടി ചെയ്യാൻ പര്യാപ്തനാണെന്നുള്ളത് വരുമ്പോൾ തന്നെ ഒരു നല്ല മികച്ച റിലേഷൻഷിപ്പ്, ഒരു നല്ല ബന്ധം അവിടെ അല്ലെ ഉടലെടുത്ത് വരാനൊക്കെ ആയിട്ട് സാധിക്കുന്നു. ചിലരെ കൊണ്ട് ചിലപ്പോൾ പ്രാക്ടിക്കലി ചെയ്യാനായിട്ടുള്ള കഴിവുണ്ടെങ്കിൽ ചിലർക്ക് ചില ബുദ്ധിപരമായിട്ടുള്ള കുറെ കഴിവുകൾ ഉണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും അവരുടെ ആ മനോഭാവത്തിൽ നിന്ന് അല്ലെ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് സാധിക്കുന്നു. Then attitude that is understanding or learning why employees feel and act the way they do help supervisors in winning cooperation from them. Okay, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ആറ്റിറ്റ്യൂഡിൽ നിന്ന് അല്ലെ അവിടെ തീർച്ചയായിട്ടും ചില അല്ലെ ഒരു സഹകരണത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നു അല്ലെ. അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ ഇൻ കേസ് അവരെ കൊണ്ട് പെരുമാറാനായിട്ട് പറ്റുന്നത്, അതുകൊണ്ടാണ് പറയുന്നത് ആറ്റിറ്റ്യൂഡ് ദാറ്റ് ഈസ് അണ്ടർസ്റ്റാൻഡിങ് ഓർ ലേണിംഗ് വൈ എംപ്ലോയി ഫീൽ ആൻഡ് ആക്ട് ദേ ഹാവ് അല്ലെ. എന്തുകൊണ്ടാണ് അങ്ങനെ പെരുമാറാനായിട്ട് പറ്റുന്നത്, അല്ലെങ്കിൽ എന്താണ് ചിലപ്പോൾ വേണമെങ്കിൽ അവരെ കൊണ്ട് ഇങ്ങനെ പെരുമാറാനായിട്ട് സാധിക്കും എന്നൊക്കെ ഉള്ള ഒരു കാര്യം വരുമ്പോഴെന്താണ് സൂപ്പർവൈസേഴ്സിന് അവരുടെ ഒരു സഹകരണം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു, നല്ലൊരു ബന്ധം വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുന്നു, അവരുടെ മനോഭാവങ്ങളൊക്കെ ഗ്രഹിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നു. Therefore, it is very essential for the effective functioning of the organization. അതുകൊണ്ട് തന്നെ ഒരു ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഫലപ്രദമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്തെന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡ്, മനോഭാവങ്ങൾ എന്ന് പറയുന്ന കാര്യവും അല്ലെ. ആ ഒരു കാര്യം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. From a personal perspective, attitude provide knowledge base or prepare our mental state for our interaction with others and with the world around us, which directly affects the organization working. ഓക്കെ, നമുക്ക് ചില വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ ധാരണകൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് കുറച്ച് അറിവ് അല്ലെ ധാരണകൾ ഇപ്പൊ ഇൻ കേസ് ചിലവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അവർക്ക് കുറച്ച് ലോകവിവരം കൂടുതലായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് നമ്മളുടെ ഈ ഫീൽഡുമായിട്ട് നല്ലൊരു റിലേഷൻ ഉണ്ടാവും. എന്നുവെച്ചാൽ നല്ലൊരു ബന്ധം മീൻസ് അവർക്ക് അതിനുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു നോളജ് ഉണ്ടാവും. സോ അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യും, തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ അവരുടെയും കൂടിയും അറിവ് ശ്രമിക്കല്ലേ, സഹപ്രവർത്തകരാണെങ്കിലും അവരുടെയും കൂടിയും അറിവ് അല്ലെങ്കിൽ അവരുടെയും കൂടിയും ഒപ്പീനിയനൊക്കെ നമ്മൾ അറിയാനായിട്ട് ശ്രമിക്കും ഇല്ലേ. അങ്ങനെ ഉണ്ടാവില്ലേ? ഓക്കെ, എല്ലാവർക്കും എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും നല്ല നോളജ് ഉണ്ടാവില്ല. അപ്പൊ ചില കാര്യങ്ങളെ കുറിച്ച് ചില വ്യക്തികൾക്ക് കൂടുതൽ അറിവുണ്ടാവും അല്ലെ. അവർ ഒരുപക്ഷെ ജനിതയ്ക്കായിട്ട് അല്ലെ അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് വീടുകളിൽ നിന്നോ അല്ലെങ്കിൽ സ്വായത്തമാക്കിയ പല കഴിവുകളും കാര്യങ്ങളൊക്കെ അവരോടൊപ്പം ഉണ്ടാവാം. സോ അതിൽ നിന്ന് ഏൺ ചെയ്തതായിരിക്കാം, അതല്ലെങ്കിൽ നാച്ചുറലി അവര് അല്ലെ പുറത്തു നിന്ന് എന്താണ് തുടക്കം മുതലേ ചെറുപ്പം മുതലേ സമ്പാദിച്ച വീട്ടിയായിരിക്കും. എനിവേ എന്തായാലും വ്യക്തികൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അറിവായിരിക്കും ഉണ്ടായിരിക്കുക. സോ അങ്ങനെ വരുമ്പോഴെന്താണ് അവരുടെ നോളജ് ഉണ്ട് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് വരുമ്പോഴോ ഒരു മനോഭാവം വരുമ്പോഴോ അല്ലെങ്കിൽ ആ ഒരു പെർസ്പെക്റ്റീവ് അല്ലെ ആ ഒരു ധാരണ വരുമ്പോഴെന്താണ് ചില കാര്യങ്ങളൊക്കെ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ അവരുടെ സാന്നിധ്യം കൂടി അല്ലെ അവര് ശ്രമിക്കും, അവരുടെ ഒപ്പീനിയനും കൂടി അറിയാനായിട്ടുള്ള ഒരു ശ്രദ്ധ തീർച്ചയായിട്ടും സഹപ്രവർത്തകർ എടുത്തിരിക്കും ഇല്ലേ. ഉണ്ടാവില്ലേ? അങ്ങനെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയില്ലേ? അല്ലേ? ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും എന്താണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ധാരണകൾ എന്നൊക്കെ പറയുമ്പോൾ അവിടെ തീർച്ചയായിട്ടും അവിടെ ഒരു നല്ല റിലേഷൻഷിപ്പിൽ നിന്നാണ് അല്ലെങ്കിൽ നല്ലൊരു മനോഭാവത്തിൽ നിന്നാണ് നമുക്ക് പല കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത് അല്ലെ. അപ്പൊ അവർ ഇന്റൻഷൻ വിത്ത് അതേഴ്സ് ആൻഡ് വിത്ത് വേൾഡ് അറൗണ്ട് അസ് അല്ലെ. നമുക്കറിയാം ലോകം മൊത്തം അല്ലെ ഉള്ളതാണെന്നൊക്കെയുള്ള ബോധ്യം, അതായത് മൊത്തത്തിൽ എല്ലാവർക്കും എല്ലാവരുടേതായിട്ടുള്ള നോളജ് ചിലര് കുറെ യാത്രയൊക്കെ ചെയ്ത് കുറെ നോളജ് ഒക്കെ സമ്പാദിച്ചവരായിരിക്കും അല്ലെ. അപ്പൊ ഇതെല്ലാം തന്നെ ഓർഗനൈസേഷന്റെ വർക്കിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു വലിയ ഓർഗനൈസേഷൻ, ഒരു ഹോസ്പിറ്റൽ ആണെങ്കിലും ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും അവിടെ ഒരുപാട് എംപ്ലോയീസ് ഉണ്ടാവും. അപ്പൊ ഈ എംപ്ലോയീസിനെല്ലാം തന്നെ ചില കഴിവുകൾ ഉണ്ടാവും അല്ലെ. ചിലർക്ക് നല്ല റിസൾട്ട് നമുക്കറിയാം, ചില കാര്യങ്ങൾ ഏൽപ്പിച്ചു കഴിയുമ്പോൾ തന്നെ അവർ പെട്ടെന്ന് തന്നെ കൃത്യമായിട്ട് തന്നെ അവരുടെ റിസൾട്ട് പ്രകടമാക്കും. ചിലർക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ ഗ്രഹിക്കാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ടാവും, അതിൽ നിന്ന് അവരെ തിരിച്ചറിയാൻ സാധിക്കും. ചിലർക്ക് അല്ലെ ഒരു നല്ല മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വരുമ്പോൾ തന്നെ അവരുടെ ആ ഒരു കഴിവുകളെ കുറിച്ചിട്ട് അറിയാനായിട്ട് സാധിക്കും അല്ലെ. അവരുടെ മനോഭാവങ്ങൾ അവരുടെ ധാരണകളെ കുറിച്ചിട്ടുള്ള അറിവുണ്ടാവും. അപ്പൊ വ്യത്യസ്തമായിട്ടുള്ള ബിഹേവിയർ ഉള്ളവരായിരിക്കും തന്നെ
ഏതൊരു ഓർഗനൈസേഷനിലും ഉണ്ടാവുക. സോ അവരുടെ ബിഹേവിയർ മനസ്സിലാക്കിയിട്ട് അത് പെരുമാറാനായിട്ട് അല്ലെ അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഈ ചാപ്റ്റർ ഉടനീളം നമുക്ക് പഠിക്കാനുള്ളത്. ഓർഗനൈസേഷണൽ ബിഹേവിയർ അല്ലെ ആ ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ള ബിഹേവിയറൽ ആയിട്ടുള്ള വ്യത്യസ്ത പേഴ്സൺസിനെ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ഇതിൽ പഠിച്ചു പോകുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ജസ്റ്റ് പെർസെപ്ഷന്റെ മുന്നോടിയായിട്ടാണ് ആ പാരഗ്രാഫ് വന്നിരിക്കുന്നത്. ഫ്രം എ പേഴ്സണൽ പെർസ്പെക്റ്റീവ് ആറ്റിറ്റ്യൂഡ് പ്രൊവൈഡിങ് നോളജ് ബേസ് ഓർ പ്രിപ്പയർ അവർ മെന്റൽ സ്റ്റേറ്റ് for our interaction with others and with the world around us, which directly affect organization working. അല്ലെ അവിടെ മറ്റുള്ളവരായിട്ടുള്ള ഇടപെടലുകൾ അല്ലെങ്കിൽ നല്ല തരത്തിലുള്ള നോളജുകൾ അല്ലെങ്കിൽ ലോകം ചുറ്റിയുള്ള കുറെ കാര്യങ്ങൾ അല്ലെ ഇതെല്ലാം തന്നെ ഓർഗനൈസേഷനെ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ഒക്കെ ആയിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ധാരണകളെല്ലാം തന്നെ യൂസ്ഫുൾ ആക്കി എടുക്കേണ്ടതുണ്ട് അല്ലെ. അതിനെ കുറിച്ചിട്ടാണ് നെക്സ്റ്റ് വരുന്നത് പെർസെപ്ഷൻ എന്നുള്ള ആ ഒരു ഭാഗം. ഓക്കെ, അപ്പൊ ആറ്റിറ്റ്യൂഡ് എന്നുള്ള ചെറിയൊരു ഭാഗം, അതായത് മനോഭാവം അല്ലെ നല്ല മനോഭാവം വെച്ച് പുലർത്തുന്നവരായിട്ട് നമുക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് സഹവർത്തിത്തോട് അല്ലെ സഹകരണത്തോട് കൂടിയിട്ട് ഓർഗനൈസേഷനെ മുന്നോട്ട് നയിക്കാവുന്നതാണ് ഈ ആറ്റിറ്റ്യൂഡ് ഇതിൽ പ്രധാനമായിട്ടും എടുത്ത് പറയുന്നത്. സോ മീനിങ് കോർപ്പറേഷൻ ഫ്രം ദം അല്ലെ അവിടെ ഒന്നിച്ച് ചെയ്യിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെയാണോ? വായിച്ചു നോക്കാട്ടോ, തീർച്ചയായിട്ടും വായിച്ചു നോക്കി തന്നെ പോവുക. കാരണം അവനവന്റെ മൈൻഡിലേക്ക് ഗ്രഹിക്കണം അല്ലെ ഓരോന്നും. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, അടുത്ത ഭാഗത്തേക്ക് പോകാം. ഓക്കെയാണോ? ഓക്കെ, പെർസെപ്ഷനിലേക്ക് പോകാം. അപ്പോ പെർസെപ്ഷൻ എന്താന്നുള്ളത് നോക്കാം. പെർസെപ്ഷൻ ഈസ് ആൻ ഇമ്പോർട്ടന്റ് മീഡിയേറ്റിംഗ് കോഗ്നിറ്റീവ് പ്രോസസ്. ഇതും ഒരു ധാരണ എന്ന് പറയുന്നത് അല്ലെ ഒരു വ്യക്തിയെ കുറിച്ചിട്ടുള്ള ധാരണ എന്നൊക്കെ നമ്മൾ പറയില്ലേ. അത് ഓർഗനൈസേഷനെ കുറിച്ചിട്ടുള്ള ധാരണ, ഓർഗനൈസേഷനിലെ ഓരോ എംപ്ലോയിനെ കുറിച്ചിട്ടുള്ള ധാരണ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ പെർസെപ്ഷൻ ഈസ് ആൻ ഇമ്പോർട്ടന്റ് മീഡിയേറ്റിംഗ് കോഗ്നിറ്റീവ് പ്രോസസ്. നമ്മള് ധാരണകൾ നമ്മളിപ്പോ ഒരു ചോദ്യങ്ങള് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു വ്യക്തിക്ക് ഒരു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ കോഗ്നിറ്റീവ് പ്രോസസ് എങ്ങനെയാണ് നടക്കുന്നത്, നമ്മൾ അവർ ഗ്രഹിക്കുന്നത് മനസ്സിലാക്കിയിട്ടാണ് അല്ലെ. അപ്പൊ ഈ ഒരു പെർസെപ്ഷൻ എന്ന് പറയുന്നത് ആ ഗ്രഹിക്കുന്ന ഒരു കാര്യം, ആ ഒരു പെർസെപ്ഷൻ, ആ ധാരണ, ഓക്കെ അവനെ കൊണ്ട് പറ്റും, ആ ഒരു ധാരണ അല്ലെ.
പെർസെപ്ഷൻ ഈസ് ആൻ ഇമ്പോർട്ടന്റ് മീഡിയേറ്റിംഗ് കൊഗ്നിറ്റീവ് പ്രോസസ്. കൊഗ്നിറ്റീവ് പ്രോസസ്സ് നടപ്പാക്കുന്നതിൽ ഒരു മീഡിയേറ്റർ ആയിട്ട് നിൽക്കുന്നത് ആ ധാരണയാണ്. വ്യക്തി ചോദിക്കുന്നതിന് അനുസരിച്ചിട്ട് അല്ലെ, ഇപ്പൊ എന്താണ് ഇന്ത്യയെ കുറിച്ചിട്ടുള്ള അറിവ് ഒരു കുട്ടിയോട് ചോദിക്കുകയാണെങ്കിൽ അവൻ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമുക്കറിയാം നല്ല കണ്ടന്റുകൾ അവൻ പറയുന്നുണ്ടെങ്കിൽ ഓക്കെ അവന് അത്യാവശ്യം നോളജ് ഉണ്ട് എന്ന് നമുക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ ആ ധാരണ എന്ന് പറയുന്ന ആ പെർസെപ്ഷൻ അത് മീഡിയേറ്റിംഗ് ആയിട്ട് നിൽക്കുന്ന ധാരണ കോഗ്നിറ്റീവ് പ്രോസസ് ആണ് അല്ലെ. അവരിൽ നിന്ന് ഉളവാകുന്ന കുറച്ച് ആൻസറുകളാണ് അവിടെ മീഡിയേറ്റിംഗ് ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് ഗ്രഹിക്കാനായിട്ട് സാധിക്കും ഓക്കെ ഇവന് അത്യാവശ്യം ധാരണയുണ്ട്. അപ്പൊ ഇന്ത്യയെ കുറിച്ചിട്ട് അവന് ധാരണ ഉള്ളത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഇപ്പൊ ഇൻ കേസ് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് പിന്നെ ഇപ്പൊ ഹോസ്പിറ്റലാണ് എങ്കിൽ അല്ലെ, അവിടെ ഒരു അല്ലെ ഒരു പെട്ടെന്ന് ഒരു അർജൻസി കേസ് വന്നു കഴിഞ്ഞാൽ ഇന്ന നഴ്സുമാരെ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും അല്ലെ. അപ്പൊ ആ നഴ്സിനെ വിളിച്ചിട്ട് ഇന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ അവർ പറയും ഓക്കെ ഇത് അങ്ങനെ ചെയ്യണം, ഓക്കെ ഇന്ന സ്ഥലത്താണ് അതിരിക്കുന്നത്, ഓക്കെ എല്ലാ കാര്യങ്ങൾക്കും അവർക്കൊരു നോളജ് ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പവറുള്ള വ്യക്തികളെ വിളിച്ചിട്ടാണ് ആ കാര്യങ്ങൾ നമ്മൾ ഏൽപ്പിക്കുള്ളൂ. അവരെ കുറിച്ചിട്ട് ഒരു ധാരണയുണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത് എന്താണ് കോഗ്നിറ്റീവ് പ്രോസസ്. അവരിൽ നിന്ന് റിയാക്ട് ചെയ്യാൻ സാധ്യതയുള്ള അതിനെ കുറിച്ചിട്ടുള്ള ഒരു ധാരണയാണ് അവിടെ എടുത്ത് പറയുന്നത്. പെർസെപ്ഷൻ ഈസ് ആൻ ഇമ്പോർട്ടന്റ് മീഡിയേറ്റിംഗ് കോഗ്നിറ്റീവ് പ്രോസസ്. അവരിൽ നിന്ന് വരാവുന്ന ആ ഒരു റിസൾട്ട് അല്ലെ, അതിന്റെ ഒരു മീഡിയേറ്റിംഗ് ആയിട്ട് നിൽക്കുന്നത് ആ ധാരണകളാണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, through this complex process persons make interpretations of the stimulus or situation they are faced with. Both the selectivity and organization go into perspectual interpretations. ഓക്കെ, തീർച്ചയായിട്ടും നമ്മള് പ്രധാനമായിട്ടും ശരിക്കും പെർസെപ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ക്ലിയർ പിക്ചർ എന്ന് പറയുന്നത് അതായത് നമ്മുടെ മനുഷ്യന്റെ എന്താണ് ഇന്ദ്രിയങ്ങളെ മനസ്സിലാക്കാനായിട്ടും വ്യാഖ്യാനിക്കാനുമായിട്ടുള്ള ഒരു പ്രക്രിയ എന്നാണ് അതിനെ പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നത്. അതായത് മനുഷ്യരുടെ 5 ഇന്ദ്രിയങ്ങളുണ്ട് അല്ലെ. എന്തൊക്കെ ഇന്ദ്രിയങ്ങളാണുള്ളത്? അതായത് 5 സെൻസുകളല്ലേ, ഓരോ ഹ്യൂമന്റെയും 5 സെൻസസ് ഓർഗൻസ് ഉണ്ട് അല്ലെ. ആ സെൻസസ് ഓഫ് ഓർഗൻസിൽ അവൻ ഗ്രഹിച്ച കുറെ കാര്യങ്ങളുണ്ട്. അതായത് അവൻ വേൾഡിൽ നിന്ന് ജനിച്ചപ്പോൾ മുതൽ അവൻ ഗ്രഹിച്ച കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. അവൻ കണ്ണുകൊണ്ട് കണ്ടതും ചെവി കൊണ്ട് കേട്ടതും അല്ലെ, അതുപോലെ തന്നെ അവന്റെ സ്പർശം കൊണ്ട് മനസ്സിലാക്കിയതും രുചിച്ചതും എല്ലാം തന്നെ അല്ലെ, മണം കൊണ്ട് മനസ്സിലാക്കിയതും എല്ലാം തന്നെ അവന്റെ തലച്ചോറിലെ ബ്രെയിനിലുണ്ട്. സോ അവൻ ഏത് സിറ്റുവേഷൻസ് നമ്മളോട് ചോദിക്കുമ്പോഴും അല്ലെ, ആര് എന്ത് നമ്മളോട് ചോദിക്കുമ്പോഴും ആ ബ്രെയിനിലുള്ള ആ ഒരു റിയാക്ഷൻ ആണ് അവൻ പ്രതിഫലിപ്പിക്കുന്നത്. സോ ആ ഒരു പ്രതിഫലിപ്പിച്ച് വരുമ്പോ തന്നെ അറിയാൻ പറ്റും ഓക്കെ ഇവന്റെ ബ്രെയിനിൽ ഇവൻ കണ്ട കാര്യങ്ങളുണ്ട്, കേട്ട കാര്യങ്ങളുണ്ട് അല്ലെ, ഇവൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ, സ്പർശിച്ച കാര്യങ്ങളൊക്കെ അനുഭവത്തോടു കൂടി അല്ലെ, എക്സ്പീരിയൻസോട് കൂടിയിട്ട് ഇവന്റെ അനുഭവത്തിലുണ്ട്. സോ അതുകൊണ്ടാണ് ഇവൻ ഇങ്ങനെ റിയാക്ട് ചെയ്തത്. സോ അതനുസരിച്ചിട്ടാണ് അവനെ ഓരോ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെയാണോ? എന്താണ് ധാരണ എന്നുള്ളത്? ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, ശാസ്ത്രീയ രീതിയിലുള്ള ഒരു വീക്ഷണകോണാണ് ഇവിടെയും പറയുന്നത്. Perception is an important mediating cognitive process. Through this complex process, persons make interpretation of the stimulus or situation they are faced with. അല്ലെ, അവിടെ ഉത്തേജിപ്പിക്കുന്നത് അവനെ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ വരുമ്പോഴാണ് അവന്റെ ബ്രെയിൻ അത് റിഫ്ലക്ട് ചെയ്യുന്നത് അല്ലെ, അവൻ ഉത്തേജിപ്പിച്ച് പുറത്തേക്ക് കാണിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് അവൻ അത്യാവശ്യം ഗ്രാഹ്യമുണ്ട് എങ്കിൽ അവർ തീർച്ചയായിട്ടും നല്ല റിസൾട്ട് തന്നെ പ്രകടിപ്പിക്കും എന്നുള്ളതാണ്. Both activity and organization go into perspectual interactions. അല്ലെ, അവിടെ തീർച്ചയായിട്ടും അവർക്ക് എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ട് ഇവിടെ ആക്ടിവിറ്റി എന്താണെന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിലാണ് അവർ കൃത്യമായിട്ട് തന്നെ ഇൻ കേസ് ഒരു കമ്പനി ആണെങ്കിൽ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ആണെങ്കിൽ അതിന്റെ വലുപ്പത്തിനെ കുറിച്ചിട്ടും അതിന്റെ അറേഞ്ച്മെന്റ്സിനെ കുറിച്ചിട്ടൊക്കെ നല്ലൊരു ധാരണ ഉണ്ടാവുമ്പോഴാണ് ആ ഒരു പ്രതിഫലം അല്ലെ, ആ ഒരു റിസൾട്ട് അവരിൽ നിന്ന് ഉണ്ടാകുന്നത്. സോ ഇതെല്ലാം തന്നെ എന്താണ് അവരിൽ നിന്ന് വരുന്ന ആ ഒരു റിസൾട്ടിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. Then externally, selectivity is affected by intensity, size, contract, repetition, motion, and novelty and familiarity. Internally, perspectual selectivity is influenced by the individual's motivation, learning, and personality. Okay. അപ്പൊ ഇതിനെ കുറിച്ചിട്ട് ഏതിനെ കുറിച്ചിട്ട് നമുക്കറിയാം എന്താണ് അവിടെ തീർച്ചയായിട്ടും അതിന്റെ വലുപ്പവും അല്ലെ, അതിന്റെ ആ ഒരു ചലനാത്മകമായിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഫെമിലാരിറ്റി അല്ലെ, അതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് നമുക്ക്
നല്ല പരിചിതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്റേണലി നമുക്ക് അതിനെ കുറിച്ചിട്ടൊക്കെ നല്ല ധാരണകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് നല്ല നല്ല പ്രചോദനങ്ങളായിരിക്കും, അല്ലെങ്കിൽ നല്ല നല്ല റിസൾട്ടുകളായിരിക്കും അവരിൽ നിന്നുണ്ടാവുക. After the stimulus situation is fulfilled by the selective process, the incoming information is organized into a meaningful word. ഓക്കെ, നമ്മുടെ തലച്ചോറിൽ വന്നിരിക്കുന്ന നമ്മൾക്കുള്ള എല്ലാ അറിവുകളും എല്ലാം കൂടി ഫോം ചെയ്തിട്ടാണ് തീർച്ചയായിട്ടും എന്താണ് അത് മീനിങ് ആയിട്ടുള്ള ഒരു രീതിയിൽ റിസൾട്ടിലേക്ക് അവശേഷിപ്പിക്കുന്നത്. സോ പെർസെപ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ധാരണ, അതായത് ഏതൊരു വ്യക്തിയും ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 5 ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിച്ച കുറെ കാര്യങ്ങൾ അവരുടെ നോളജിലുണ്ട്. സോ ആ നോളജിൽ നിന്ന്, അതിപ്പോ ഒരു കമ്പനിയെ കുറിച്ചിട്ടാണെങ്കിലും ഒരു ഓർഗനൈസേഷനെ കുറിച്ചിട്ടാണെങ്കിലും ഒരു നമ്മുടെ എന്താ പറയുക ഒരു ദുരന്ത സംഭവത്തിനെ കുറിച്ചിട്ടാണെങ്കിലും അതിനെ കുറിച്ചിട്ട് അവനെ ഗ്രഹിക്കാൻ അറിയാം, അല്ലെ? ഇന്ന ഒരു ദുരന്തം സംഭവിച്ചു, ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് വരികയാണ്, ഇന്നൊരു ദുരന്തം സംഭവിച്ച ഒരു മണ്ണിടിച്ചിലാണെങ്കിൽ അവനുണ്ടാവുന്ന ആ വീക്ഷണം എന്താണ്, അവനെ അറിയാം ഇന്നിന്ന കാര്യങ്ങളായിരിക്കും ആ വ്യക്തിക്ക് ഉണ്ടാവുക. ഒരു ആക്സിഡന്റ് ആണെങ്കിൽ ഇന്നിന്ന കാര്യങ്ങളായിരിക്കും ആ വ്യക്തിക്ക് ഉണ്ടാവുക. സോ എന്താണ് അതിനനുസരിച്ചിട്ടുള്ള അറേഞ്ച്മെന്റ്, അല്ലെ? പെട്ടെന്ന് തന്നെ ഒരു ഏത് അറേഞ്ച്മെന്റ്സ് ആണെങ്കിലും അറേഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു പവർ, ആ കപ്പാസിറ്റി, ആ നോളജ് ആ വ്യക്തിക്ക് കുറെ എക്സ്പീരിയൻസിൽ നിന്നും കുറെ നോളജിൽ നിന്നും അവൻ സമ്പാദിച്ചതാണ്. അപ്പൊ ആ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവനെ ഏൽപ്പിക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഫസ്റ്റ് പാരഗ്രാഫ് ഒക്കെയാണോ? ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഇതിനേക്കാളും അപ്പുറം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് പെട്ടെന്ന് ഗ്രഹിക്കാൻ പറ്റുന്നത് ആ ഒരു സ്റ്റിമുലർ, നമ്മുടെ 5 സെൻസ് ഓഫ് ഓർഗൻസിൽ നിന്ന് ഗ്രഹിച്ച കാര്യങ്ങൾ വെച്ചിട്ടുള്ള ആ ഒരു വ്യക്തിക്കുള്ള നോളജ്, അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടുകളാണ് ആ വ്യക്തിയെ കുറിച്ചിട്ട് നല്ലൊരു പെർസ്പെക്ഷനിൽ ആരാണെങ്കിലും അത് വ്യക്തിയെ, ഓരോ എംപ്ലോയീസിനെ വിലയിരുത്താനായിട്ട് സഹായിക്കുന്നത് തീർച്ചയായിട്ടും ആ വ്യക്തിയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു റിസൾട്ട്, അല്ലെ? അവന്റെ ബ്രെയിനിൽ നിന്ന് പറയുന്ന, അല്ലെ, ഒരു കാര്യം പറഞ്ഞ് ഏൽപ്പിക്കുമ്പോൾ തന്നെ അവൻ റിഫ്ലക്ട് ചെയ്യുന്നതനുസരിച്ചിട്ട് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അവന് ഇന്നിന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള വ്യക്തമായ ധാരണയുണ്ട് എന്നുള്ളത്. ഓക്കെയാണോ? ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കാം. ഓക്കെ, നിങ്ങളിങ്ങനെ ഡീപ്പായിട്ട് പഠിച്ചൊന്നും പോകണ്ട കേട്ടോ, അത് ജസ്റ്റ് മനസ്സിലാക്കി പോകാനായിട്ട് തന്നെ ശ്രമിക്കുക. ഓക്കെ, കണ്ടിന്യൂ ചെയ്തോട്ടെ. ചെയ്തോട്ടെ. ഓക്കെ, then നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ആൻഡ് എന്താണ് യൂണിക്നെസ് ആർ ലാർജ്ലി ദ റിസൾട്ട് ഓഫ് ദ കോഗ്നിറ്റീവ് പ്രോസസ്. Then although there are a number of cognitive processes, it is generally recognized that the perceptual process is a very important one that take place between the situation and the behavior and is most relevant to the study of organization behavior. Okay, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ, അല്ലെ, അവിടെ പറയുമ്പോൾ തന്നെ ഉണ്ടാവുന്ന എങ്ങനെ അവൻ ഗ്രഹിക്കുന്നു എന്നുള്ള കാര്യത്തിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അവൻ ഗ്രഹിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ, അല്ലെ, നമുക്കറിയാം എത്ര ക്രിട്ടിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരുമ്പോഴും അവർക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് തോന്നും. കാരണം പെട്ടെന്ന് തന്നെ അവനെ റിയാക്ട് ചെയ്യാൻ അറിയാം, അല്ലെ, എന്നുള്ള ഒരു മനോഭാവത്തിൽ എത്തുന്നു. സോ cognitive process, it is generally recognized that the എന്താണ് perceptual process is a very important one that take place between the situation and the behavior, അല്ലെ? അവിടെ ആ സിറ്റുവേഷൻ വരുമ്പോൾ അവന് ആ ഒരു ബിഹേവിയർ, ആ ഒരു പെരുമാറ്റ ശാസ്ത്രം അവനിൽ മോസ്റ്റ് റെലവെന്റ് ആണ്. ഓക്കെ, അവന്റെ ബ്രെയിൻ അവനെ കൊണ്ട് നല്ലത് ചെയ്യിപ്പിക്കും, അല്ലെ? ചിലപ്പോൾ നമുക്കറിയാം
വലിയ വലിയ അല്ലെ ചലഞ്ചസ് നിറഞ്ഞ ഡ്യൂട്ടികളൊക്കെ വരുമ്പോൾ എന്താണ് അതിന് പ്രതികരിക്കാൻ ശേഷിയുള്ളവരെയാണ് നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക അല്ലെ. അപ്പൊ അത്തരത്തില് അവനെ കുറിച്ചുള്ള ഒരു വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ അവന് പറഞ്ഞ് കൊടുക്കുമ്പോൾ തന്നെ ഗ്രഹിക്കാനുള്ള ഒരു കൊഗ്നിറ്റീവ് മെന്റാലിറ്റി അവനുണ്ടെങ്കിലാണ് അതിനനുസരിച്ചിട്ട് അതിൽ നിന്ന് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. അതിനനുസരിച്ചിട്ടാണ് അവനെ ആ ഒരു ചലഞ്ചസ് ഫേസ് ചെയ്യാനായിട്ട് വിടുന്നത് അല്ലെ. ഇൻ കേസ് ഫോർ എക്സാമ്പിൾ ദ ഒബ്സർവേഷൻ ദാറ്റ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആൻഡ് subordinate may react quite differently to the same top management directive can be better understood and explained by the perceptual process. Okay, നമുക്കറിയാം മേലധികാരികൾക്കും കീഴുദ്യോഗസ്ഥർക്കും അതേപോലെ തന്നെ മാനേജ്മെന്റ് ചില കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് അവർ ഓരോരുത്തരും അത് അക്സെപ്റ്റ് ചെയ്യുന്ന മറ്റ് പല രീതിയിലായിരിക്കും അല്ലെ. ടോപ്പ് ലെവലിലുള്ള ജീവനക്കാരാണെങ്കിൽ അവർക്ക് വളരെ മാന്യമായിട്ട് കുറെ കൂടി നോളജ് ഉള്ളത് കൊണ്ട് അവർക്ക് പെട്ടെന്ന് ഗ്രഹിക്കാനായിട്ട് സാധിക്കും. അതേസമയം സബോർഡിനേറ്റിന് അത്രയും നോളജ് ഉണ്ടാവണമെന്നില്ല അല്ലെ. കീഴുദ്യോഗസ്ഥർക്ക് അത്രയും നോളജ് ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ഗ്രഹിക്കുമ്പോൾ അവർക്ക് ഇച്ചിരി കൂടി അല്ലെ സമയം എടുത്തിട്ടായിരിക്കും അവർക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കുന്നത്. അതേസമയം ടോപ്പ് ലെവലിലുള്ള മാനേജ്മെന്റ്സിന് നമുക്കറിയാം ഡയറക്ഷൻ എന്താണോ അത് പെട്ടെന്ന് ഉൾക്കൊള്ളാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി അവർക്കുണ്ട് അല്ലെ. ശരിയല്ലേ? അവരെ നിരീക്ഷിച്ചാൽ അങ്ങനെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ലേ? അതായത് മുകളിലുള്ള ഒരു കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ അവർക്ക് ഗ്രഹിക്കാനുള്ള ആ ഒരു ശേഷി അവരുടെ നോളജിൽ നിന്ന് അല്ലെ, അവർ നേരത്തെ കുട്ടി സമ്പാദിച്ച ആ ഒരു കഴിവിൽ നിന്നാണ് അത് നേടിയെടുത്തിരിക്കുന്നത്. So the process of a perception, individuals gather various type of information through all five senses and assimilate them and then interrupt them. Okay, ഇവിടെ കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട് ആ 5 സെൻസിൽ നിന്ന് അല്ലെ, നമ്മൾ 5 നമ്മുടെ സെൻസ് ഓഫ് ഓർഗൻസിൽ നിന്ന് നമ്മൾ നേടിയെടുത്തത് അല്ലെ, നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടത്, അതേപോലെ തന്നെ ചെവി കൊണ്ട് കേട്ടത് അല്ലെ, മണത്തറിഞ്ഞത്, സ്കിൻ കൊണ്ട് സ്പർശിച്ചറിഞ്ഞത് അല്ലെ, എല്ലാം തന്നെ അത്തരത്തിലുള്ള എല്ലാം തന്നെ നമ്മൾ നോളജ് ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട് അല്ലെ. അത് ബ്രെയിൻ ഇന്ന സിറ്റുവേഷൻസ് വരുമ്പോഴാണ് അത് ആ ബ്രെയിൻ റിഫ്ലക്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതനുസരിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ. അത് നേരത്തെ കൂട്ടി നമുക്കറിയാം ചിലർക്ക് ഈ ഇന്ന കാര്യങ്ങളൊക്കെ അറിവുണ്ട് അല്ലെ, അവർക്ക് എന്താണ് അവരെ കുറിച്ചൊരു നല്ല ഒരു ധാരണയുണ്ട് അല്ലെ. ആ ധാരണ അനുസരിച്ചിട്ടാണ് അവരെ ഡ്യൂട്ടികളൊക്കെ ഏൽപ്പിക്കേണ്ടത്. ഇത് പ്രധാനമായിട്ടും ഈ ബിഹേവിയറൽ ഓർഗനൈസേഷനിൽ അത് തന്നെയാണ് വിശേഷിപ്പിക്കുന്നത്. ഓരോ വ്യക്തിയെ ബിഹേവിയറലായിട്ട് പഠിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതാണ്. Different people used to perspective the same information differently. നമുക്കറിയാം വ്യത്യസ്ത പേഴ്സൺസ് വ്യത്യസ്ത രീതിയിലാണ് ഇൻഫോർമേഷൻസ് അല്ലെ അത് കൈകാര്യം ചെയ്യുന്നത്. Perception plays a crucial role in determining individuals' behavior in organizations. ഓക്കെ, നമുക്കറിയാം ഒരു പ്രധാനപ്പെട്ട ഒരു റോള് തന്നെയാണ് പെർസെപ്ഷൻ അല്ലെ. ധാരണയുള്ള പേഴ്സൺസ് നല്ല രീതിയിലായിരിക്കും കൈകാര്യം ചെയ്തത്. ബിഹേവിയറൽ ആയിട്ട് അവർക്ക് പെരുമാറ്റത്തിൽ നല്ല രീതിയിലായിരിക്കും അവർ കൈകാര്യം ചെയ്യുന്നത്. Organizations send messages in variety of forms to their members regarding what they are expected to do and not to do. ഓക്കെ, നമുക്കറിയാം ഓർഗനൈസേഷനിൽ എവിടെ തീർച്ചയായിട്ടും മെസ്സേജുകളെല്ലാം അല്ലെ അവരിൽ നിന്ന് ഓക്കെ ഇന്ന രീതിയിൽ അവർക്ക് ജസ്റ്റ് ചിലപ്പോ ആണെങ്കിൽ അവർക്ക് ബ്രീഫ് ആയിട്ട് ഒരു മെസ്സേജ് അയച്ചാലും ചിലപ്പോൾ കൈകാര്യം ചെയ്യാനായിട്ട് അവർക്ക് ആ നോളജ് ഉണ്ട്. ആ നോളജ് അനുസരിച്ചിട്ട് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് അറിയാൻ സാധിക്കും. അതേസമയം സബോർഡിനേറ്റീവ് ആണ് നമ്മളൊരു മെസ്സേജ് അയക്കണമെങ്കിൽ ചിലപ്പോൾ ആണെങ്കിൽ അത്രയും ബ്രീഫ് ആയിട്ട് അയച്ചാൽ പോരാ, കാരണം ഇച്ചിരി ഇലാബറേറ്റ് ചെയ്ത് അയക്കേണ്ടതായിട്ട് വരും. കാരണം അവരുടെ മെന്റലി അവര് അല്ലെ അവരുടെ നോളജ് ചിലപ്പോൾ പൂർ ആയിരിക്കും. സോ അതിനനുസരിച്ചിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മെസ്സേജുകൾ അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. In spite of organizations sending clear message, those messages are a substitute the distortion in the process of being perceived by organizations members. Therefore, managers should have a basic understanding of a fundamental perceptual process. Okay, തീർച്ചയായിട്ടും അപ്പോൾ മാനേജേഴ്സ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നല്ല കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം ഓരോ ഇൻഡിവിജ്വൽസിനെ കുറിച്ചിട്ട് അല്ലെ. ഇന്ന ഇൻഡിവിജ്വൽസിന് ഇന്ന കാര്യങ്ങളൊക്കെയാണ് അവരുടെ ആ ഒരു നല്ല സെൻസ് ഓഫ് ഓർഗൻസിൽ നിന്നും നല്ല റിസൾട്ട് നേടിയെടുക്കാൻ സാധിക്കും. ചിലപ്പോൾ വേണമെങ്കിൽ ഒരു കാര്യം അല്ലെ പെട്ടെന്ന് ഒരു ചലഞ്ചസ് വരുമ്പോൾ അത് ഇലാബറേറ്റ് ചെയ്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ തന്നെ ഒരുപാട് സമയം എടുക്കും. പക്ഷെ ജസ്റ്റ് അല്ലെ നാച്ചുറലി ഒരു ജസ്റ്റ് നമുക്കറിയാം എന്താണ് നമ്മുടെ ഹോസ്പിറ്റലായിട്ടുള്ള ലാംഗ്വേജ് വരുമ്പോൾ ആ ലാംഗ്വേജ് ജസ്റ്റ് ഒന്ന് കൊടുക്കുക അല്ലെ. ജസ്റ്റ് അലേർട്ടുകളൊക്കെയാണ് ഡിസാസ്റ്ററിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, പലതരത്തിലുള്ള അലേർട്ടുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ അലേർട്ടുകൾ ഗ്രഹിച്ച് കൈകാര്യം ചെയ്യാനായിട്ട് അതിനനുസരിച്ച് ഇനീഷ്യേറ്റീവായിട്ട് എടുത്ത് കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള പവർ ഉള്ളവർക്ക് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അതേസമയം ചില മെസ്സേജുകളൊക്കെ ചിലർക്കൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഈ ഒരു അലേർട്ട് ഒന്നും കൊടുത്താൽ മനസ്സിലാവണമെന്നില്ല അല്ലെ. അപ്പൊ അതനുസരിച്ചിട്ടുള്ള രീതികൾ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് ആവശ്യം വരും. അപ്പൊ തീർച്ചയായിട്ടും മാനേജേഴ്സ് ഇതെല്ലാം തന്നെ ഈ ധാരണകളെ കുറിച്ചിട്ട് ഓരോ പേഴ്സൺസിനുമുള്ള ഈ ധാരണകളെ കുറിച്ചിട്ട് നല്ലൊരു അറിവ് അവർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളത് മസ്റ്റായ കാര്യമാണ്.
ഒക്കെയാണോ? നിങ്ങൾ വായിച്ചു നോക്കാം. നമുക്കിനി അധികം എടുക്കാനില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ വേറൊരു ഭാഗം കൂടി ഉണ്ട്. അതായത് പറഞ്ഞ ധാരണകളെ കുറിച്ചിട്ട് നമ്മൾ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ കാഴ്ചപ്പാടോട് കൂടിയിട്ട് നമ്മൾ മെസ്സേജ് അയക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത് എന്ന് പറയുമ്പോൾ ചിലതൊക്കെ വളച്ചൊടിച്ചിട്ടും ധാരണകളെ ചേഞ്ച് ചെയ്യുന്ന ഒരു രീതിയൊക്കെയുണ്ട്. അപ്പൊ സോ അതുകൊണ്ട് അത് നമുക്ക് വേണമെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. എല്ലാം കൂടി ഒന്നിച്ചെടുത്ത് ചെയ്യേണ്ട. ഓക്കെ, പിന്നെ അധികം എടുക്കാനില്ല. അതായത് മോട്ടിവേഷൻ തുടങ്ങി നിങ്ങൾക്ക് എടുത്തിട്ടുണ്ട് അല്ലേ? മോട്ടിവേഷൻ തുടങ്ങി എടുത്തു പോയതല്ലേ? അല്ലേ? മോട്ടിവേഷൻ തുടങ്ങി ക്ലാസ് എടുത്തതല്ലേ? നമുക്ക് അധികം എടുക്കാനില്ല. അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അടുത്ത ഭാഗം കുറച്ചും കൂടി ഉള്ളു. ഓക്കെ, അപ്പോ ഇന്നെടുത്ത ഭാഗം ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങളൊക്കെ മനസ്സിലായോ എന്താണ് കോഗ്നിറ്റീവ് ലേണിംഗ് എന്നൊക്കെ ഉള്ളത്, പെർസെപ്ഷൻ എന്നൊക്കെ ഉള്ളത്? ഹാർട്ടൊന്നും പഠിക്കണ്ട, എന്നാലും ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെയൊക്കെയുള്ള ഒരു ബിഹേവിയർ ഒക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഓർഗനൈസേഷനിൽ ഒരു കാര്യങ്ങൾ. തീർച്ചയായിട്ടും എന്താണ് അവിടെയുള്ള എംപ്ലോയീസിന് ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും യൂസബിൾ ആകുന്നത് അല്ലെ? അത്തരത്തിലുള്ള ഡ്യൂട്ടികളൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിലുള്ളവർക്ക് ഉണ്ടാവുന്ന അറിയില്ല. കാരണം ഇപ്പൊ എല്ലാം HR ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും അല്ലെ, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും അവിടുത്തെ എംപ്ലോയീസിനൊക്കെ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത്. സോ അവരുടെ ഓരോ എംപ്ലോയീസിനെ കുറിച്ചൊക്കെ പഠിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഗ്രഹിച്ചതിന് ശേഷമൊക്കെയാണ് അവരെ തൊഴിലുകളൊക്കെ ഏർപ്പാടാക്കുന്നത്. അതേസമയം ഞാൻ പറഞ്ഞ മാതിരി ചെറിയ ചെറിയ ഓർഗനൈസേഷനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ളവരായിരിക്കും എല്ലാ തരത്തിലുള്ള ഡ്യൂട്ടിയും നിർവഹിക്കുന്നത് അല്ലെ? ഓരോ ഓവറോൾ ഡ്യൂട്ടി ആണ് നിർവഹിക്കേണ്ടതായിട്ട് വരും. അപ്പൊ ചിലപ്പോൾ വേണമെങ്കിൽ ഒരു പുതിയ എംപ്ലോയി ഒക്കെ വരുമ്പോൾ അവർക്ക് അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെ അവർക്ക് കൃത്യമായിട്ട് പരിചയപ്പെടുത്തി ഏത് ഡ്യൂട്ടി ഏൽപ്പിച്ചു കൊടുക്കണം, ഇന്ന ഡ്യൂട്ടി ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് എളുപ്പമാണോ അല്ലെ? അപ്പൊ ആ വ്യക്തികൾക്ക് തീർച്ചയായിട്ടും എന്താണ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരിൽ നിന്ന് ഈ പറഞ്ഞ മാതിരി അവരുടെ സെൻസ് ഓഫ് ഓർഗനൈസിൽ നിന്ന് അത്യാവശ്യം നോളജ് ഉള്ള പേഴ്സൺസ് ആണെന്നൊക്കെ ഗ്രഹിച്ചതിന്
അവർക്ക് ഇന്ന ജോലിയിലേക്ക് ഏർപ്പെടുത്തി കൊടുക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് ലേണിംഗ് അല്ലെ, അവർ പറയുന്ന അനുസരിച്ചിട്ട് തന്നെ റിയാക്ട് ചെയ്യുന്നതനുസരിച്ചിട്ട് അവർക്ക് ഓക്കെ ആണെന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതേമാതിരി തന്നെ നമ്മൾ തങ്ങളുടെ ഓരോ ഫിലോസഫി, അതായത് ഓരോരോ മനഃശാസ്ത്ര രീതിയിൽ അവരുടെ ആ ഒരു ഡ്യൂട്ടി അല്ലെ, ഇനി ചെറുപ്പമാണെങ്കിൽ ചെറിയ ഇതൊരു സെലക്ഷൻ കാര്യങ്ങളൊക്കെ നടപ്പാക്കുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അല്ലെ, ഇവര് വ്യക്തിയെ നമ്മളൊരു ഡ്യൂട്ടി ഏൽപ്പിക്കുമ്പോൾ അവർ ചെയ്യുന്ന പ്രവൃത്തി അത് കണ്ടറിഞ്ഞിട്ട് മനസ്സിലാക്കിയിട്ട് ഇവനെ കൊണ്ട് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യിക്കാൻ സാധിക്കും അല്ലെ. എൻഗേജ് ചിലപ്പോഴാണെങ്കിൽ അവര് ക്രിയാത്മകമായിട്ട് ചിന്തിച്ച് ചെയ്യേണ്ടതായിരിക്കും. സ്പീഡ് ക്യാരക്ടർ ആയിരിക്കും അവരുടെ ആവശ്യം അല്ലെ. അവന് സമയമെടുത്ത് ചിലപ്പോൾ ഗ്രഹിച്ച് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിരിക്കും പ്രവൃത്തി. സോ അങ്ങനെയൊക്കെ ഉള്ളപ്പോഴും നമുക്കറിയാം സമയം എടുത്തിട്ടാണെങ്കിലും കൃത്യതയോട് കൂടിയിട്ട് ചെയ്യാനായിട്ടുള്ള കഴിവ് ആ വ്യക്തിക്കുണ്ട് അല്ലെ. അപ്പൊ അതനുസരിച്ചിട്ട് ആ വ്യക്തിയെ വിലയിരുത്തുന്ന കുറെ കാര്യങ്ങളാണ്. അവരുടെ ബിഹേവിയർ മനസ്സിലാക്കിയിട്ട്, അവരുടെ പെരുമാറ്റശാസ്ത്രം മനസ്സിലാക്കിയിട്ട് അവർക്ക് ഏത് തരത്തിലുള്ള തൊഴിലാണ് ലഭ്യമാക്കി കൊടുക്കേണ്ടതെന്ന് അറിയിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഓർഗനൈസേഷൻ ബിഹേവിയർ മനസ്സിലാക്കുന്നത്. മോട്ടിവേഷൻ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം അല്ലെ, അവർ അത്യാവശ്യം തൊഴിൽ ചെയ്യുന്നതിൽ ഇച്ചിരി കൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് അല്ലെ, കുറച്ചും കൂടി മോട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഓരോ വ്യക്തിയുടെ പെരുമാറ്റങ്ങൾ മനസ്സിലാക്കി അവരെ ഡ്യൂട്ടികൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് പ്രധാനമായിട്ട് ഇതിൽ വരുന്നത്. സോ ജസ്റ്റ് എന്തായാലും മനസ്സിലാക്കി തന്നെ പോകാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം. പറഞ്ഞത് ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.